ഹായ് ഓൾ. എൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് റിവേഴ്സ് മൈഗ്രേഷൻ്റെ ഒരു തിരിച്ചടികളെ ഓവർകം ചെയ്തെന്നുള്ളത്. ആക്ച്വലി തിരിച്ചുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു റീബിൽഡിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു, നല്ല ടഫായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ കുറ്റം പറയാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളാണെങ്കിലും നമ്മുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായ സാമ്പത്തിക നഷ്ടം വലിയൊരു പ്രശ്നമാണ്. അപ്പം അത് കാരണം നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഒരു കംപ്ലൈനിങ് നേച്ചറിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നല്ല ഉണ്ട്. അപ്പം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം അത് നമ്മളുടെ എനർജി വേസ്റ്റ് ആക്കത്തേ ഉള്ളൂ. നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ എല്ലാം ഒന്നേന്നങ്ങ് തുടങ്ങാം. അല്ലാതെ വെറുതെ നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കാം, നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരത്തില്ല. സോ ഞാൻ ആദ്യം ചെയ്തത് ഓക്കെ, ഞാൻ സ്റ്റാർട്ടിങ് ഫ്രം സീറോയാണ്, ഞാൻ അതിൽ പരാജയപ്പെടത്തില്ല എന്ന് സ്വയം തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി. പല പ്ലാനുകളും പൊളിഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാൽ പോലും എൻ്റെ കരിയറിനെ സംബന്ധിച്ചിട്ടൊക്കെ എടുത്ത പ്ലാനുകളൊക്കെ കുഴപ്പമില്ലാണ്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പതുക്കെ ഇങ്ങനെ പിച്ച് വെച്ച് തുടങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ തിരിച്ചടികളെ ഇങ്ങനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ടില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്തൊരു സ്റ്റേജിലോട്ടൊക്കെ എത്തുന്നത് ഈ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ കംപ്ലൈനിങ് നേച്ചർ നടത്തിയിട്ട് ആക്ഷൻ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ്റെ ട്രോമ അല്ലെങ്കിൽ റിവേഴ്സ് മൈഗ്രേഷൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ പ്രഷറിനെയൊക്കെ അതിജീവിച്ചത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതിനോട് ബൈ ബൈ.